2020 ലോകകപ്പ് ആവേശം സെമി ഫൈനലിലേക്ക് കടക്കുകയാണ്. നാളെ നടക്കുന്ന രണ്ടാം സെമിയിൽ ആതിഥേയരായ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് എളുപ്പമാകില്ലെന്ന കാര്യം ഉറപ്പാണ്. താരസമ്പന്നമാണ് ഇന്ത്യൻ ടീം, പക്ഷേ കടുത്ത വെല്ലുവിളികളാണ് ടീമിന് മുന്നിലുള്ളത്. ഇംഗ്ലണ്ടിനെ വീഴ്ത്താൻ ഏറ്റവും മികച്ച പ്ലേയിങ്ങിലൂടെ തന്നെ ഇന്ത്യ കളത്തിലിറക്കേണ്ടതായുണ്ട്. സൂപ്പർ 8 നിർണായക മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ തകർത്താണ് ഇന്ത്യ സെമിയിലേക്ക് മുന്നേറിയത്. ഇതിന് കരുത്തായത് സഞ്ജു സാംസണിന്റെ ബാറ്റിംഗ് പ്രകടനമായിരുന്നു. 50 പന്തിൽ പുറത്താവാതെ 97 റൺസുമായി സഞ്ജു നടത്തിയ മിന്നും പ്രകടനം ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായി മാറി. സെമിയിലും സഞ്ജുവിന്റെ ബാറ്റിംഗ് പ്രകടനത്തിലേക്കാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്നാൽ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചതിന് പിന്നാലെ സഞ്ജു സാംസൺ ഹെൽമെറ്റ് ഊരി നിലത്തേക്കിട്ട് നടത്തിയ ആഹ്ലാദ പ്രകടനം നിയമവിരുദ്ധമാണെന്നും ICC വിലക്കിന് സാധ്യതയുണ്ടെന്നുമെല്ലാമുള്ള ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ആരാധകരെ വലിയ ആശങ്കയിലാക്കുന്ന റിപ്പോർട്ടായിരുന്നു ഇത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരണമൊന്നും വരാത്തതിനാൽ ഇനി നടപടിക്ക് യാതൊരു സാധ്യതയില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിജയറൺ കുറിച്ചതിന് ശേഷം സഞ്ജു നടത്തിയ വൈകാരികമായ ആഘോഷ പ്രകടനമാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണം. നിലത്ത് മുട്ടുകുത്തിയിരുന്ന് ആകാശത്തേക്ക് കൈ ഉയർത്തി ആഘോഷ പ്രകടനം നടത്തുന്നതിന് തൊട്ടു മുമ്പ് സഞ്ജു തന്റെ കയ്യിലുണ്ടായിരുന്ന ഹെൽമെറ്റ് സൈഡിലേക്ക് ഇടുകയായിരുന്നു. ഈ ദൃശ്യങ്ങളാണ് ICC ഇപ്പോൾ പരിശോധിക്കുന്നത് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ. തുടർച്ചയായ മോശം പ്രകടനത്തിന് ശേഷം നിർണായകമായ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയശില്പിയാകാൻ സാധിച്ചതിലുള്ള സഞ്ജുവിന്റെ ആവേശം മാത്രമായിരുന്നു ആഘോഷ പ്രകടനത്തിൽ കാണാനായത്. എന്നാൽ ICC കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരം ഒരു ക്രിക്കറ്റ് താരമോ സപ്പോർട്ട് സ്റ്റാഫോ അംഗമോ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളോട് അനാദരവ് കാണിക്കാൻ പാടില്ല. ക്രിക്കറ്റിന്റെ സ്പിരിറ്റിനോട് എതിരാകുന്ന തരത്തിൽ ആഘോഷമാണെങ്കിൽ പോലും ഉപകരണം വലിച്ചെറിയുന്നത് ചെറിയ കുറ്റമായി പരിഗണിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ സഞ്ജു ഹെൽമെറ്റ് ഊരി വലിച്ചെറിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാണ്. ജയിച്ച ആഹ്ലാദത്തിൽ അല്പം വേഗത്തിൽ ഹെൽമെറ്റും ബാറ്റും നിലത്തേക്കിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഇതിന്റെ പേരിൽ സഞ്ജുവിനെതിരെ നടപടിക്ക് സാധ്യതയില്ലെന്ന് തന്നെ പറയാം. ഇത് ശരിവെക്കുന്ന തരത്തിൽ സഞ്ജു സാംസൺ നെറ്റ്സിൽ മികച്ച രീതിയിൽ പരിശീലനം നടത്തുകയാണ്. ഇന്നലെ വൈകിട്ട് നടന്ന പരിശീലന സെഷനിൽ സഞ്ജു സാംസൺ പങ്കെടുക്കുകയും ഏറെ നേരം നെറ്റ്സിൽ പരിശീലനം നടത്തുകയും ചെയ്തു. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോയും ICC തന്നെ തങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ICC നടപടി എടുക്കാനായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ അതുണ്ടായേനെ. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെയും ആരാധകരെയും ഔദ്യോഗികമായി ഇക്കാര്യം അറിയിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇതുവരെ അത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ സഞ്ജുവിനെ നെറ്റ്സിൽ പരിശീലനത്തിൽ ഇറക്കാൻ സാധ്യതയില്ലായിരുന്നു. എന്നാൽ സജീവമായി തന്നെ സഞ്ജു നെറ്റ്സിൽ പരിശീലനം നടത്തിയതിനാൽ ഇനി വിലക്കിന് സാധ്യതയില്ലെന്ന് തന്നെ പറയാം. ചിലപ്പോൾ പിഴശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്. സഞ്ജു കുറ്റക്കാരനാണെന്ന് ICCക്ക് ബോധ്യമെന്നാൽ ചെറിയ പിഴയോ ഡീമെറിറ്റ് പോയിന്റോ ശിക്ഷയായി ലഭിച്ചേക്കാം. ഏറ്റവും ഗൗരവമുള്ള സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ സസ്പെൻഷൻ ലഭിച്ചേക്കാം. എന്നാൽ സഞ്ജുവിന്റെ കാര്യത്തിൽ സസ്പെൻഷൻ പോലുള്ള ഗൗരവമുള്ള ശിക്ഷ ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ നിർണായകമായ സെമി ഫൈനൽ മത്സരം സഞ്ജുവിന് നഷ്ടമാകുമെന്ന് ആരാധകർ ആശങ്കപ്പെടേണ്ടതില്ല. വൈകാരികമായ സാഹചര്യം മനസ്സിലാക്കി ചെറിയൊരു പിഴയിലോ അല്ലെങ്കിൽ ഒരു താക്കീതിലോ ശിക്ഷ ഒതുക്കാനാണ് സാധ്യത. സഞ്ജു സാംസൺ ഇംഗ്ലണ്ടിനെതിരെയും ഓപ്പൺ റോളിൽ തന്നെ കളിക്കാനാണ് സാധ്യത. അഭിഷേക് ശർമ്മ മോശം ഫോമിലാണെങ്കിലും ടീം മാനേജ്മെന്റ് അഭിഷേകിനെ തള്ളിക്കളയില്ല. സഞ്ജു സാംസൺ ഓപ്പണിംഗിൽ മികച്ച ഫോമിലാണുള്ളത്. എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ അവസാന പരമ്പരയിൽ സഞ്ജു സാംസണ് പ്രതീക്ഷ പ്രകടനം നടത്താൻ സാധിച്ചിരുന്നില്ല. ജോഫ്ര ആർച്ചറുടെ പേസിന് മുന്നിൽ സഞ്ജു നിരാശപ്പെടുത്തി മടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ സഞ്ജു ഉജ്ജ്വല ഫോമിലാണ്. ആത്മവിശ്വാസത്തോടെ കളിക്കാനും സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഞ്ജുവിൽ വലിയ പ്രതീക്ഷയും വയ്ക്കുന്നു.